സുരിന്നല്ലേടാ സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അവിടെ. പിന്നെ ഞാൻ സ്റ്റാൻഡിൽ ഇഷ്ടംപോലെ തവണ കിടന്നിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് തമിഴും തെലുങ്കും ആയി. ஆமா ஆமா கேக்குறேன் உங்களுக்கு. அப்புறம் வந்து இந்த படத்தோட கேரக்டர் கொஞ்சம் சொல்லுங்களேன். இந்த படத்தோட கேரக்டரா? இது எந்த படம்னா லாலிபாப். தமிழ்ல நீங்க மொழிங்கோ. லாலிபாப் இல்ல இல்ல லாலிபாப். என்னங்க லோலி இல்ல லாலி. சொல்லுங்க லாலிபாப். ലോലിപോപ്പിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ഇടയ്ക്ക് തമിഴും ആവാം. ഞാൻ തമിഴ് പറയണം? ശരിക്കും ഞാൻ പറയൂട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് തമിഴും കൂടെ പറയൂ. നീ പറയൂ, മിക്സ് ചെയ്ത് പറയൂ. കാരണം അവർക്ക് അവരറിയട്ടെ തമിഴിലൊക്കെ അഭിനയിക്കുന്ന കുട്ടിയത് ഭാവന നമ്മുടെ. ലോലിപോപ്പ് പടത്തിൽ എന്നോட ക്യാരക്ടർ പേര് வந்து ரோஸ் பெல்லா. ரோஸ் பெல்லா ഒരു കോളേജ് ഗോയിങ് ഗേൾ. പൈത്യക്കാരി. പൈത്യക്കാരിയോ? പൈത്യക്കാരിനെ കുറെ എല്ലാവർക്കും അറിയാട്ടോ. അവിടെ എന്റെ അടുത്ത് ഷാഫിച്ചേട്ടൻ പറയായിരുന്നു ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ നീ ദയവ് ചെയ്തിട്ട് ഇത് തെലുങ്കിലൊന്നും പോയി പറയരുട്ടോ ഈ കഥയൊന്നും. അപ്പൊ അവിടെ നമ്മുടെ പടം ഡിസംബറിൽ റിലീസ് ആകുമ്പോൾ തന്നെ അവിടെ തെലുങ്കില് ഹൈദരാബാദിൽ ഒരു പടം റിലീസ് ആവും, ലോലിപോപ്പുലു എന്ന് പറഞ്ഞിട്ട്. ലോലിപോപ്പുലു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ തെലുങ്ക് ഭാഷ ഒക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നം വരാറില്ല? ഇവിടെ മലയാളം തന്നെ പറയാൻ നീ ബുദ്ധിമുട്ടുന്നു, തെലുങ്ക് പറയാൻ ബുദ്ധിമുട്ടാറുണ്ടോ? ഇതൊക്കെ ഉണ്ടല്ലോ. ചൂട് മരിച്ചിനില്ലേ? ഇല്ല കേട്ടോ. അല്ല, നമ്മൾ മലയാളമായിട്ട് നമ്മുടെ മലയാളമായിട്ട് കുറെ സാദൃശ്യം ഉണ്ട് തെലുങ്കിന്. ഞാൻ ആദ്യത്തെ പടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടി. ഇപ്പൊ ഞാൻ സെക്കൻഡ് മൂവിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഇപ്പൊ കുറച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റും. നന്നായി അല്ല, ആദ്യത്തെ പടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടി, പിന്നെ പക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും കരിവാരി തെച്ചൊരു നായിക വന്നത്. സത്യം അല്ലേ? അല്ല, മുമ്പ് വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. രേവതി. ഞാൻ ഇനി വളരെ ഇതായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. അത് ഒറ്റയ്ക്ക് വേണ്ട ചോദിക്കും. ഇല്ല ചോദിക്കും. അന്ന് ഒറ്റയ്ക്ക് ചോദിക്കാം. അന്ന് ഇങ്ങനെ ആരും അറിയരുത്. ഒന്ന് ഷൂട്ട് ചെയ്ത് നമ്മുടെ ഇവിടുത്തെ താരങ്ങള് അധികം വളരെ നീറ്റായിട്ടൊക്കെ അഭിനയിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും തുണിയും വേണ്ട, ഒന്നും വേണ്ട. അതെന്തരി അങ്ങനെ? അതെ, ഇപ്പൊ ഞാൻ പറയാണെങ്കിൽ അങ്ങനെ ആരും അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ ഫുൾ തുണി അയച്ചിട്ടൊന്നും അല്ല. അതല്ല ഞാൻ പറഞ്ഞ, അയ്യോ ഞാൻ അത്ര ഭയങ്കര വൃത്തിയായിട്ട രീതിയിൽ അഭിനയിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ഞാൻ എപ്പോഴും ഒരു ഡീസെന്റ് ആയിട്ടുള്ള രീതിയിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഞാനിപ്പോ മീൻസ് ആര് കാണുകയാണെങ്കിലും അയ്യേ ഭാവന ഒന്ന് ഇങ്ങനെ ചെയ്തിരിക്കുന്ന പറയുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ഒന്നും ഇതുവരെ ഇങ്ങനെ ചെയ്തോ അങ്ങനെ പോകും. ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ് പക്ഷെ ഒരു കാര്യം, അത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ പെങ്ങളുകുട്ടി ഭാവന ഒരിക്കലും ആ ഒരു സിനിമ നമുക്ക് കാണേണ്ടി വരില്ല. മലയാളികളുടെ ഹതഭാഗ്യം. അങ്ങനെ ഇനിയൊരു പ്രതീക്ഷ വേണ്ട. ഞാൻ അത്യാവശ്യമൊക്കെ ഗ്ലാമർ ചെയ്യും കേട്ടോ, അത്യാവശ്യമൊക്കെ. പക്ഷെ അതൊരു ഡീസന്റ് ഗ്ലാമർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോ ഏകദേശം ഇതുപോലെ ഇതൊന്നും ഇല്ലാന്ന്. ഇത് ഫ്രീക്കാണ്, ഇതൊന്നും ഒന്നും അല്ല. പക്ഷെ ഇന്റർവ്യൂ ആയോണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഏതോ ഒരു താരം ഏതോ ഒരു തമിഴ് ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബിക്കിനിയോ കുക്കിനിയോ അങ്ങനെ സാധനം കിട്ടുന്നു പോയി പറഞ്ഞു. നീ അതുപോലെ വരുമോ? ഞങ്ങൾക്ക് അവിടെ വരാനാ. ബിക്കിനി ഒന്നും ഞാൻ ജീവിതത്തിൽ ഇടൂല. ബിക്കിനി ഒന്നും ഞാൻ ഇടൂല. എന്തായി ബിക്കിനി? ബിക്കിനി ഇവിടെ ഒരു പീസ് മാത്രമേ ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു പീസ് മാത്രമേ ഉണ്ടാവും. അല്ല, അതെല്ലാം അറിയാം, എനിക്കറിഞ്ഞൂടാ. പ്രേക്ഷകർക്കും അറിയാൻ വേണ്ടിട്ടാണ് ഒരുപാട് ബിക്കിനി. പീസ് ആണ് ബിക്കിനി ശരിക്കും. ഒരു മുകളിലൊരു പീസ്. നീ മിനിഞ്ഞാന്ന് വന്നത്. നിനക്ക് ഞാൻ ചോദിക്കട്ടെ, ഭാവനയ്ക്ക് ഒരു 5 കോടി രൂപ വന്നിട്ട് ബിക്കിനി ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞ അഭിനയിക്കൂ? ഇല്ല, 10 കോടി വന്നാലും അവിടെ അഭിനയിക്കുള്ളൂ. അങ്ങനെ ഇല്ല, ഞാൻ ബിക്കിനി ഒന്നും ഇട്ട് അഭിനയിക്കില്ല. ഇപ്പൊ ഒരുപക്ഷെ ഞാനൊരു നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ജനിച്ചു വളർന്നത് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിനയിച്ചേനെ. പക്ഷെ നമ്മുടെ ഒരു കൾച്ചറും മീൻസ് ഞാൻ അഥവാ 5 കോടി രൂപ കിട്ടി ഞാൻ അഭിനയിച്ചാലും പിന്നെ വീട്ടിൽ കയറ്റൂല. അത് അപ്പൊ കല്യാണത്തിന് മുമ്പ് അവൾ അതുപോലെ പിന്നെ വീട്ടിൽ പോകണ്ടല്ലോ. വീട്ടിൽ കയറ്റാത്തത് കൊണ്ടാണ് അവൾ അഭിനയിക്കാത്തത്. വീട്ടിൽ കയറ്റുമെങ്കിൽ 5 കോടിയാല 1 കോടിയാല ഓക്കെ. 1 കോടിയല്ല 2.5 ലക്ഷം ആണെങ്കിൽ ഓക്കെ. ഞാൻ എഴുന്നേറ്റ് പോയി. എന്തായാലും അവിടെ ഷൂട്ടിങ്ങിനുള്ള സമയമായി. അതിനിടയ്ക്ക് വേറെ ഒരു കാര്യം, ഈ ഓണത്തെ കുറിച്ച് ചോദിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കാം. നമ്മുടെ ചില നായികമാര് പറയാറുണ്ട്, ഞങ്ങളങ്ങനെ കല്യാണം പ്രേമിച്ചൊന്നും കഴിക്കില്ല. അപ്പൊ നീ നേരത്തെ പറഞ്ഞല്ലോ, പ്രേമിച്ചായിരിക്കും നിന്റെ കല്യാണം എങ്ങനെ ആയിരിക്കും? എനിക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കണം ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ കണ്ടിട്ട് സുരാജിന്റെ മുഖത്ത് നാണമൊക്കെ വരുന്നത് അതെന്തിന്? അല്ല, ഞാൻ മനസ്സിലാഗ്രഹിച്ച പോലെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല, എന്നോട് ഭാവന പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചേട്ടന്റെ ഒരു എന്തോ ഒരു ബോഡി ലാംഗ്വേജ്
അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എന്നോട് കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ. പക്ഷെ അവള് അതിനുശേഷം പറഞ്ഞു എനിക്ക് പിറക്കാതെ പോയൊരു ചേട്ടനെ പോലെയാണ്. അല്ല അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് തന്നെ അല്ല ഞാൻ എന്റെ പോയി ഫിക്സ് ബ്രദർ കൈയോട് ബ്രദറാണ് ബ്രദർ. ജയേട്ടൻ പിന്നെ എന്റെ മുമ്പേ ബ്രദറാ. ഞാൻ വിചാരിച്ചു ജയേട്ടൻ എന്റെ എന്ന് പറഞ്ഞിട്ട് പേടിച്ചു. Jai Hind TV, for the family, for the nation. Not all night, but a not all night. Do you feel alright? What a not all night. Not all night, what a not all night. Do you feel alright? What a not all night. Not all night, what a not all night. Do you feel alright? What a not all night. ഓക്കെ അപ്പൊ ഓണത്തിനെ കുറിച്ച് പറ. ഓണത്തിനെ കുറിച്ച് ഇതിപ്പോ എത്രാമത്തെ ഓണം? 28. അയ്യോ അങ്ങ് അത്രയൊന്നും ആയില്ല. പിന്നെ കുറച്ചുകൂടി പറയാം. എനിക്കറിയാം. 33ാമത്തെ ഓണമാണ് ഭാവനയുടേത്. എല്ലാവിധ ഭാവുകങ്ങളും ഭാവനയ്ക്ക് നമ്മള് ഈ ഓണത്തിന്. കാര്യം 33ാമത് ഓണമാണ്. കളിയാക്കുന്നു. 31. അയ്യോ എനിക്ക് വയ്യ. ഞാൻ അപ്പൊ ശരി. അപ്പൊ വയസ്സിന്റെ കാര്യം ഉള്ളത് പറ. ഉള്ളത് പറ. എനിക്ക് എന്റെ ജീവിതം എന്റെ ജീവിതത്തിൽ എല്ലാ നടിമാരും പറയുന്നൊക്കെ പറയരുത്. എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. ശരിക്കും പറഞ്ഞാല് ഇല്ല, ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന സത്യമാണ് പറയാൻ പോകുന്നത്. എന്റെ ആദ്യമായിട്ടൊരു സിനിമാ നടി സത്യം പറയാണ് പ്രായം. ദൈവമേ, ഒരിക്കൽ ഒരു സിനിമ അത് ആ മനസ്സ് മനസ്സിലാക്കണം. കാരണം ഒരു സിനിമാ നടിയും ഇതുവരെ സിനിമാ നടന്മാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുകയില്ല. പക്ഷെ ഒരു നായിക ആദ്യമായിട്ട് എനിക്ക് ഗിന്നസ് ബുക്കിൽ പേര് വരും. എനിക്ക് പറയുന്നോട് കുഴപ്പമൊന്നുമില്ല. മലയാളികൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഭാവന പറയാൻ പോകുന്നത്. ഷോ എനിക്ക് വയ്യ. എന്റെ ജീവിതത്തിലെ 22ാം ഓണമാണ് ഇത്. വാക്ക് പറഞ്ഞ വാക്കാണ്. 10 വർഷത്തിന് ശേഷം ചോദിച്ചാൽ ഇത് തന്നെ പറയും. എന്റെ അടുത്ത് കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇത് തന്നെയാണ്. 22ാമത്തെ ഓണമാണ്. ഞാനില്ലാട്ടോ ഇന്റർവ്യൂ. സത്യം എനിക്ക് ഇഷ്ടമല്ല ഇവര് രണ്ടുപേരും. ഭാവന അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ വർഷം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ അടുത്ത് വല്ല ദേഷ്യമുണ്ട് ഇവറ്റകളുടെ കൂടെ നിന്നിട്ട് എനിക്ക് ഇന്റർവ്യൂ. എനിക്ക് ജയ്ഹിന്ദ് ടിവിനെ ഇഷ്ടല്ല. അത് കട്ട് ചെയ്തോളൂ അവര്. അത് മാത്രം കട്ട് ചെയ്ത് ബാക്കിയൊക്കെ ഇടും ഇവര്. ചാനലിന്റെ പേര് ഡബ് ചെയ്ത് ഏഷ്യാനെറ്റ് എനിക്ക് ഇഷ്ടമല്ലാതെ അവരാക്കും. അങ്ങനെ ആക്കും. നിനക്ക് നല്ല പണിയാ. സൺ ടി വി ആയിക്കോളൂ. അയ്യോ വേണ്ട 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 വേണ്ട. അപ്പൊ ഭാവന ഇത്തവണത്തെ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ഞാൻ ഇത്തവണത്തെ ഓണം ഞാൻ സ്വിറ്റ്സർലാൻഡിലായിരിക്കും. വീട്ടില് ഒന്നും പ്ലാൻ ചെയ്ത് അല്ലെന്ന് തൃശ്ശൂർ തൊട്ടടുത്ത് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന അല്ല 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 അവിടെയല്ലേ? അല്ല 11ാം തീയതി രാത്രി ഞാൻ തെലുങ്ക് പടത്തിന്റെ സോങ് എടുക്കാൻ വേണ്ടിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോവാ. 21ാം തീയതി തിരിച്ചു വരും. അപ്പൊ ഓണം അവിടെ അച്ഛനും ഞാനും മാത്രം. വെരി ഗുഡ്. അപ്പൊ കള്ളന്മാരുടെ പ്രത്യേക സ്ഥലത്തേക്ക് ഇവിടുന്ന് 2 മലയാളികൾ സ്വിറ്റ്സർലാൻഡിലേക്ക് ലാൻഡ് ചെയ്യാണ്. ദയവ് ചെയ്ത് അവരുടെ സ്വിറ്റ്സർലൻഡിൽ കുറച്ച് സ്ഥലം മേടിക്കും. ജയ്ഹിന്ദ് ടിവി സ്വിറ്റ്സർലാൻഡിലൊക്കെ കിട്ടുമല്ലോ. പിന്നെ എവിടെ നിന്ന് കിട്ടാൻ? ഞങ്ങളുടെ വീട്ടിൽ പോലും ചിലപ്പോൾ ശരിക്കും കിട്ടാറില്ല. അതെ, കാശടച്ചാ കിട്ടും. കേബിളിന് കാശ് കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. എന്നിട്ട് ചാനൽ കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല. അതുപോലെ വീട്ടിൽ ഒരു ദിവസം കംപ്ലൈന്റ് പറഞ്ഞു, ഫോൺ ഡെഡ് ആയി, ബില്ലടച്ചപ്പോ ശരിയായി. ഭാവനയ്ക്ക് ഒരുപാട് ഓണത്തിനെ കുറിച്ച് പറഞ്ഞില്ല. ഓണത്തിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഓണം ഞങ്ങൾ ഭാവന വേണമെങ്കിൽ ഇനി ഗ്ലാസ് വെക്കാൻ തോന്നുന്നു. കേക്കൊക്കെ മുറിച്ചിട്ട് കാര്യം കണ്ണൊക്കെ ഒരുമാതിരിയായി. ഇനി ഗ്ലാസ് വെച്ചോളൂ. അപ്പൊ ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ മോളിക്ക് പഴയ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? എനിക്ക്